ചെറുപ്പുളശ്ശേരി നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കടപുഴകി വീണ് UDFിലെ 3 വൻമരങ്ങൾ. വാശിയേറിയ മത്സരമായിരുന്നു ചെറുപ്പുളശ്ശേരി നഗരസഭ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അരങ്ങേറിയത്. തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ LDFിന് 17 സീറ്റും UDFിന് 14 സീറ്റും BJPക്കും വെൽഫെയർ പാർട്ടിക്കും 1 സീറ്റ് വീതവും ലഭിച്ചു. ഇതോടെ ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ LDF ഭരണ തുടർച്ച ഉറപ്പാക്കി. ഇത്തവണ നഗരസഭാ ഭരണം തിരിച്ചുപിടിക്കുമെന്നുറപ്പിച്ച UDFിന് എവിടെയാണ് വീഴ്ച സംഭവിച്ചത്? UDFിലെ പ്രധാനികളായ മുസ്ലിം ലീഗ് നേതാവ് KK അസീസും കോൺഗ്രസ് നേതാക്കളായ PP വിനോദ് കുമാറും P രാംകുമാറും വളരെ ദയനീയ പരാജയമാണ് ഏറ്റുവാങ്ങിയത്. മുസ്ലിം ലീഗ് 35 വർഷത്തോളം ഭരിച്ച കച്ചേരിക്കുന്ന് വാർഡാണ് LDF മുൻ കൗൺസിലർ VP സമീജ് 49 വോട്ടുകൾക്ക് KK അസീസിനെ പരാജയപ്പെടുത്തി വിജയിച്ചത്. ഇതോടെ KK അസീസിന് ചെറുപ്പുളശ്ശേരിയിൽ 2ാം തവണയും പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. കോൺഗ്രസ് നേതാവ് PP വിനോദ് കുമാർ മത്സരിച്ച മഞ്ചക്കല്ലിൽ 202 വോട്ടിനാണ് LDFിൽ നിന്നും മത്സരിച്ച DYFI നേതാവ് അജ്മൽ അബ്ബാസ് വിജയിച്ചു കയറിയത്. മുൻ കോൺഗ്രസ് വാർഡ് ആയിരുന്നിട്ട് കൂടി PP വിനോദ് കുമാറിന് ഇവിടെ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നു. തെരഞ്ഞെടുപ്പിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്ന മറ്റൊരു നേതാവാണ് കാറൽമണ്ണ കരുമാനം കുറിശ്ശിയിൽ നിന്നും മത്സരിച്ച P രാംകുമാർ. 109 വോട്ടിനാണ് LDF സ്ഥാനാർത്ഥി MR രാജേഷ് ഇവിടെ വിജയിച്ചത്. ഈ 3 പേരും വിജയം കരസ്ഥമാക്കിയിരുന്നുവെങ്കിൽ ചെറുപ്പുളശ്ശേരി നഗരസഭാ ഭരണം ഒരുപക്ഷെ UDF തിരിച്ചുപിടിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക്, ചെറുപ്പുളശ്ശേരി വാർത്ത.